നമസ്കാരം. ടി അങ്ങനെയാണ്. വലിയ ചിരിയില്ല, വർത്തമാനമില്ല. രാഷ്ട്രീയ കാര്യങ്ങളൊന്നും അങ്ങനെ വല്ലാതെ വിളമ്പാറില്ല. സഹി കെടുമ്പോൾ എന്തെങ്കിലും എപ്പോഴെങ്കിലും ആഴത്തിൽ പറഞ്ഞെങ്കിലായി. മുത്തങ്ങ വെടിവയ്പും നോട്ട് നിരോധനവും പോലെ അപൂർവം സന്ദർഭങ്ങളിലെ അദ്ദേഹം പ്രത്യക്ഷ രാഷ്ട്രീയ പ്രതികരണത്തിന് ഒരുമ്പെട്ടിട്ടുള്ളൂ. ഏറ്റവും പുതിയ പ്രതികരണം, അതും മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ വേദിയിൽ ടി വാസുദേവൻ നായർ നടത്തിയതാണ് ഇപ്പോൾ വല്ലാതെ ചർച്ചയാവുന്നത്. ടിയുടെ വിമർശനങ്ങൾക്ക് പിന്നാലെ ഫേസ്ബുക്ക് പോസ്റ്റുമായി നടൻ ജോയ് മാത്യു രംഗത്തു വന്നു. ടി എന്ന എഴുത്തുകാരൻ ഉന്നത ശീർഷനാകുന്നത് അധികാരികളുടെ മണ്ടയ്ക്കടിക്കുന്ന ചോദ്യങ്ങൾ ചരിത്രബോധത്തോടെ നേർക്ക് നേർ ചോദിക്കുന്നത് കൊണ്ടാണെന്ന് എഴുത്തുകാരൻ എന്നാൽ എന്ന ശീർഷകത്തിലുള്ള കുറിപ്പിൽ ജോയ് മാത്യു പറഞ്ഞു വെച്ചു. പുസ്തകം കൈകൊണ്ട് തൊടാത്ത സഖാക്കൾക്ക് ഇനിമേൽ ടി സാഹിത്യം വരേണ്യ സാഹിത്യം എന്നും കുറിപ്പിൽ പരിഹസിക്കുന്നുണ്ട്. മലയാളത്തിൽ നട്ടലുള്ള ഒരു എഴുത്തുകാരനുണ്ടെങ്കിൽ അത് ടി ആണെന്ന് ജോയ് മാത്യു പ്രഖ്യാപിച്ചു. ഫേസ്ബുക്ക് കുറിപ്പിൻ്റെ പൂർണ്ണരൂപത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: ടി എന്ന എഴുത്തുകാരൻ ഉന്നത ശീർഷനാകുന്നത് അധികാരികൾക്ക് മുൻപിൽ റാൻ മൂളി കിട്ടുന്ന പദവിയുടെ താൽക്കാലിക തിളക്കങ്ങളിലല്ല, മറിച്ച് സർവാധികാരി എന്ന് അഹങ്കരിക്കുകയും ഭയത്താൽ ജനങ്ങളിൽ നിന്നും ഒളിച്ചു നടക്കുകയും ചെയ്യുന്ന അധികാരികളുടെ മണ്ടയ്ക്കടിക്കുന്ന ചോദ്യങ്ങൾ ചരിത്രബോധത്തോടെ നേർക്ക് നേർ ചോദിക്കുന്നത് കൊണ്ടാണ്. സത്യമായും മലയാളത്തിൽ നട്ടലുള്ള ഒരു എഴുത്തുകാരനുണ്ടെങ്കിൽ അത് ടി ആണ്. പുസ്തകം കൈകൊണ്ട് തൊടാത്ത സഖാക്കൾക്ക് ഇനിമേൽ ടി സാഹിത്യം വരേണ്യ സാഹിത്യം എന്ന് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുമുണ്ട്. കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഉദ്ഘാടന വേദിയിൽ അപ്പോൾ തോന്നിയത് പറഞ്ഞതല്ല ടി. മുൻകൂട്ടി എഴുതി തയ്യാറാക്കി കൊണ്ടുവന്ന പ്രസംഗമാണ് പിണറായി വിജയനെ വേദിയിലിരുത്തി ടി നടത്തിയത്. സോവിയറ്റ് റഷ്യയെയും അവിടുത്തെ ഭരണകൂട തകർച്ചയെയും പരാമർശിച്ചുകൊണ്ട് തുടങ്ങിയ പ്രസംഗം നേരെ വന്നിറങ്ങിയത് EMSനും അതിനുശേഷമുള്ള കേരളത്തിലുമാണ്. അധികാരമെന്നാൽ ജനസേവനത്തിന് കിട്ടുന്ന മെച്ചപ്പെട്ട അവസരമാണെന്ന സിദ്ധാന്തത്തെ പണ്ടെന്നോ നമ്മൾ കുഴിവെട്ടി മൂടിയെന്നതുൾപ്പെടെ വിമർശനങ്ങളായിരുന്നു കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ വേദിയിൽ ടി ഉന്നയിച്ചത്. ആദ്യ കമ്മ്യൂണിസ്റ്റ് സർക്കാർ അധികാരത്തിൽ വന്നതോടെ ലക്ഷ്യം നേടി എന്ന അലംഭാവത്തിൽ എത്തിപ്പെട്ടവരുണ്ടാവാം. അത് ഒരാരംഭമാണെന്നും ജാഥ നയിച്ചും മൈതാനങ്ങളിൽ ഇരമ്പിക്കൂടിയും വോട്ടുപെട്ടികൾ നിറച്ചും സഹായിച്ച ആൾക്കൂട്ടത്തെ ഉത്തരവാദിത്വമുള്ള സമൂഹമാക്കി മാറ്റാനുള്ള മഹാപ്രസ്ഥാനത്തിൻ്റെ തുടക്കം മാത്രമാണ് അധികാരത്തിൻ്റെ അവസരം എന്നും വിശ്വസിച്ചതുകൊണ്ടാണ് EMS സമാരാധ്യനും മഹാനായ നേതാവുമാകുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. നയിക്കാൻ ഏതാനും പേരും നയിക്കപ്പെടാൻ അനേകരും എന്ന പഴയ സങ്കല്പത്തെ മാറ്റിയെടുക്കാനാണ് EMS എന്നും ശ്രമിച്ചത്. ആചാരോപചാരമായ നേതൃത്വ പൂജകളിലൊന്നും അദ്ദേഹത്തെ കാണാതിരുന്നതും അതുകൊണ്ട് തന്നെ. എവിടെയും അധികാരമെന്നാൽ ആധിപത്യമോ സർവാധിപത്യമോ ആവാം. അസംബ്ലിയിലോ പാർലമെൻറ്റിലോ മന്ത്രിസഭയിലോ ഒരു സ്ഥാനം എന്ന് വെച്ചാൽ ആധിപത്യത്തിനുള്ള ഒരു തുറന്ന അവസരമാണെന്നും ടി പറഞ്ഞു. എന്നാൽ എഴുത്തുകാരൻ ടി വാസുദേവൻ നായർ നടത്തിയ പ്രസംഗത്തിൽ പ്രതികരണവുമായി വന്ന LDF കൺവീനർ EP ജയരാജൻ പ്രസംഗത്തെ ചിലർ ദുർവ്യാഖ്യാനം ചെയ്യുകയാണെന്നും ടിയുടെ വിമർശനം നരേന്ദ്രമോദിയെക്കുറിച്ചായിരുന്നുവെന്നും ന്യായീകരിക്കാൻ ഒരു ശ്രമം നടത്തി. ടിയുടെ പ്രസംഗം കേരളത്തെ ബാധിക്കുന്നതല്ല, പൊതുവായിട്ടുള്ള ചില കാര്യങ്ങൾ വിശദീകരിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. ഇടതുപക്ഷ വിരുദ്ധ അപസ്മാരം കയറിയിട്ടുള്ളവർ CPMനും പിണറായി വിജയനുമെതിരെ അത് തിരിച്ചുവിടാൻ ശ്രമിക്കുകയാണെന്നും EP ജയരാജൻ വ്യക്തമാക്കി. പിണറായിയോട് ജനങ്ങൾക്കുള്ളത് വീരാരാധനയാണെന്നും EP കൂട്ടിച്ചേർത്തു. തനിക്കും മറ്റു പലർക്കും പിണറായി മഹാനാണ്. ഭരണരംഗത്തും രാഷ്ട്രീയ രംഗത്തും സംഘടനാ രംഗത്തും അസാമാന്യ പ്രതിഭയായിട്ടാണ് അദ്ദേഹത്തെ കാണുന്നത്. അയ്യങ്കാളി, ശ്രീനാരായണ ഗുരു, മന്നത്ത് പത്മനാഭൻ, AKG എന്നിവരുടെ ചിത്രങ്ങൾ പലരും വയ്ക്കാറുണ്ട്. അതുപോലെയാണ് പിണറായിയോടുള്ള ആദരവ്. പിണറായിയെപ്പോലുള്ള മഹത് വ്യക്തികളെ മനസ്സിൽ സൂക്ഷിക്കുന്നവർ കവിത എഴുതും, നാടകമെഴുതും, സിനിമയെടുക്കും. സമൂഹത്തിൽ വ്യക്തികൾക്കും അവരുടെ പ്രവർത്തനങ്ങൾക്കും പ്രാധാന്യമുണ്ട് എന്നൊക്കെ നീണ്ടുനിന്നു EPയുടെ പിണറായി സ്തുതി. EPയുടെ വിശദീകരണത്തിന് ചുട്ട മറുപടി കൊടുത്തത് K മുരളീധരനാണ്. കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യമന്ത്രിയെ വേദിയിലിരുത്തി ടി വാസുദേവൻ നായർ നടത്തിയ പ്രസംഗത്തിൽ ഉദ്ദേശിച്ചത് കേരളത്തെ തന്നെയാണെന്ന് പറഞ്ഞ K മുരളീധരൻ അതിൽ പറഞ്ഞ ഭരണാധികാരി പിണറായി അല്ലാതെ മറ്റാരുമല്ലെന്നും തറപ്പിച്ചു പറഞ്ഞു. മുഖ്യമന്ത്രി പിണറായിയെ തന്നെയാണ് ടി വിമർശിച്ചത്. വായിക്കുന്നവർക്ക് കാര്യം മനസ്സിലാകും. ടി പറഞ്ഞത് EP ജയരാജന് മനസ്സിലാകാഞ്ഞിട്ടല്ല, കാര്യം പറഞ്ഞാൽ പണി പോകുമെന്ന പേടിയാണ് EPക്ക്. അതേസമയം പറഞ്ഞത് മോദിക്കും പിണറായിക്കും ഒരേപോലെ ബാധകമാണെന്നത് ശരിയാണ് എന്നും മുരളീധരൻ വ്യക്തമാക്കി. എന്തായാലും ബാക്കി എല്ലാ സാംസ്കാരിക നായകരും പഞ്ചപുച്ഛമടക്കി നിൽക്കുമ്പോൾ വന്ധ്യവയോധികനായ ടിയിൽ നിന്നും ഇങ്ങനെയൊരു അടി കിട്ടിയത് ഓർക്കാപ്പുറത്തായി എന്ന് പറയാതെ വയ്യ.